ഇപ്പൊ പ്രതിപക്ഷ നേതാവ് പറയുന്നല്ലോ, 4 വോട്ടിന് വേണ്ടി സമുദായ നേതാക്കന്മാരുടെ തിണ്ണനിറങ്ങാൻ പോവില്ല. പറഞ്ഞിട്ട് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ തിണ്ണനിറങ്ങാനാണ് പോയത് അല്ലേ? അല്ലേ NSSന്റെ ജനറൽ സെക്രട്ടറി? എന്തൊരു നാണം കെട്ടവന്മാർ! നിങ്ങൾ ആലോചിച്ചു, NSSന്റെ ജനറൽ സെക്രട്ടറി എന്താ പറഞ്ഞത്? അദ്ദേഹം വളരെ സൗമ്യനായി ശാന്തനായി പറയുന്നു, ഈ പറഞ്ഞയാള് തെരഞ്ഞെടുപ്പിൽ പിന്തുണ അഭ്യർത്ഥിച്ച് 1.5 മണിക്കൂർ ആ തിണ്ണയിൽ ഇരുന്നു. നിരങ്ങിയോ ഇല്ല എന്നുള്ളത് നമുക്കറിയില്ല. അറിയാത്ത കാര്യം ആരോപിക്കാൻ ഞാനില്ല. ഔദ്യോഗിക വാഹനം മാറ്റി എസ്കോർട്ടില്ലാതെ ബോർഡില്ലാതെ സ്വകാര്യ വാഹനത്തിൽ ഒളിച്ചു പോകുന്നു. പത്രക്കാർ ചോദിച്ചപ്പോ പറയുന്നു, എന്റെ വണ്ടിയുടെ ടയറിന്റെ കാറ്റ് പോയി. കാറ്റ് പോവുക എന്ന് പറഞ്ഞാൽ നല്ലൊരു പ്രയോഗമാണ്. കഥ കഴിയാന്നാണ് അർത്ഥം. വണ്ടിയുടെയാണോ അവർ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെതാണോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. മധ്യപ്രദേശിലെ ഉജ്ജയിനിയിൽ ആയിരങ്ങൾ പങ്കെടുത്ത RSSന്റെ ഒരു വലിയ സമ്മേളനം. ആ സമ്മേളനത്തിൽ BJPയുടെ പാർലമെന്റ് അംഗങ്ങൾ സന്നിഹിതരായ വേദിയിൽ പ്രസംഗിക്കുമ്പോഴാണ് RSSന്റെ നേതാവ് കുന്ദൻ ചന്ദ്രാവത്ത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ അധികമാരും കേട്ടിട്ടില്ലാത്ത ഒരു പ്രഖ്യാപനം നടത്തിയത്. എന്തായിരുന്നു പ്രഖ്യാപനം? കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തലയറുത്തെടുത്തു കൊണ്ടുവന്നാൽ 1 കോടി രൂപ ഇനാം നൽകും. കേട്ടിട്ടില്ലേ ജമാഅത്തെ ഇസ്ലാമിക്കാർ? കേട്ടിട്ടില്ലേ മലപ്പുറത്തെ ലീഗുകാർ? എന്താണ് RSSന് പിണറായിയുമായിട്ടുള്ള വിരോധം? ആസേതു ഹിമാചലം ഇന്ത്യ രാജ്യത്ത് ഏതെങ്കിലും ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിന്റെ തലവൻ RSSന്റെ തിട്ടൂരങ്ങൾക്ക് വഴങ്ങാതെ മതനിരപേക്ഷതയുടെ കരുത്തുറ്റ ശബ്ദം ഉയർത്തുന്നുവെങ്കിൽ അത് ഈ കൊച്ചു കേരളത്തിൽ നിന്നാണ്. ആ മുഖ്യമന്ത്രിയുടെ പേരാണ് പിണറായി വിജയൻ. അതുകൊണ്ട് RSS പറയുന്നു, ആ പിണറായി വിജയന്റെ തലയറുത്തെടുത്ത് കൊണ്ടുവന്നാൽ 1 കോടി ഇനാം തരാം. ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിന്റെ തല കൊണ്ടുവന്നാൽ 150 ഉറുപ്പിക തരാം എന്ന് ഏതെങ്കിലും ഒരു RSSകാരൻ പ്രസംഗിക്കുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്തേ കോൺഗ്രസ്സുകാരന്റെ തലയ്ക്ക് വിലയില്ലാതെ പോയി? ആ തലയ്ക്കകത്തൊന്നുമില്ലാത്തത് കൊണ്ടാണോ? അതുകൊണ്ട് മാത്രമാവില്ല. പിന്നെയോ, രാജ്യത്തൊരു കോൺഗ്രസ്സുകാരന്റെയും തല RSSകാരന് തലവേദന ഉണ്ടാക്കുന്നില്ല. തങ്ങളുടെ ശാഖയ്ക്ക് കാവൽ നിന്നവനെ, തങ്ങളുടെ ആചാര്യന്റെ ചിത്രത്തിന് മുൻപിൽ നിലവിളക്ക് കൊളുത്തുന്നവനെ, തങ്ങൾ ഇരിക്കാൻ പറയുമ്പോ മുട്ടുകാലിൽ ഇടയുന്നവനെ എന്തിന് തലയെടുക്കണം? കോൺഗ്രസിൽ നിന്ന് കുത്തൊഴുക്കല്ലേ? ഏതോ കാലത്ത് CPIM-ലായിരുന്ന ഏതോ ഒരാൾ BJP-യിലേക്ക് പോകുമ്പോ അതാണ് വലിയ വാർത്ത. 1 ഡസൻ മുഖ്യമന്ത്രി പോയി കോൺഗ്രസിന്റെ BJP-യിലേക്ക്. 1 ഡസൻ. 118 MP-മാർ ഇന്ത്യൻ പാർലമെന്റിൽ നിന്നുള്ള BJP MP-മാർ കോൺഗ്രസിന്റെ ത്രിവർണ്ണ പതാക ഉയർത്തിപ്പിടിച്ചവരാണ്. ഞാനതിന്റെ ഒന്നും നീണ്ട പട്ടികയിലേക്ക് പോകുന്നു. ഇപ്പോഴെത്ര പേർ 2 തോണിയിൽ കാലിട്ട് നിൽക്കുന്നു? ശശി തരൂരിന്റെ പാർട്ടി ഏതാണ്? ഒരു കോൺഗ്രസ് നേതാവ് എന്നോട് സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞു, ശശി തരൂർ തത്വത്തിൽ കോൺഗ്രസിലാണ്. തത്വത്തിൽ കോൺഗ്രസ് അതൊരു പുതിയ പ്രയോഗമാണ്. തത്വത്തിൽ കോൺഗ്രസ് ആണ്, പ്രയോഗത്തിൽ കോൺഗ്രസിലില്ല. ഏത് പാർട്ടിയിലാണെന്ന് ആർക്കും പറയാനാവില്ല. ഇതാണ് കോൺഗ്രസിന്റെ സ്ഥിതി. വർഗീയതയെ പ്രതിരോധിക്കണമെങ്കിൽ വെള്ളം ചേർക്കാത്ത മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കാനാവണം. ആ നിലപാട് ഉയർത്തിപ്പിടിച്ചത് കൊണ്ടാണ് കഴിഞ്ഞ 10 കൊല്ലമായി കേരളത്തിൽ വർഗീയ കലാപങ്ങളില്ല. വർഗീയ സംഘർഷങ്ങളിൽ ആരും ഇവിടെ കൊല്ലപ്പെട്ടില്ല, പരിക്കേറ്റില്ല. സമാധാന അന്തരീക്ഷം നമ്മുടെ കേരളത്തിൽ നിലനിൽക്കുന്നു. എന്തുകൊണ്ടാണ്? ഒരു വർഗീയവാദിക്കും കേരളത്തിൽ അഴിഞ്ഞാടാനുള്ള ധൈര്യം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടായാൽ വർഗീയതയോട് സന്ധി ചെയ്യാത്ത, കാരിരമ്പിന്റെ കാഠിന്യമുള്ള, കാർക്കശ്യമാർന്ന ഭരണ സംവിധാനമാണ് കേരളത്തിലുള്ളതെന്ന് എല്ലാ വർഗീയവാദികൾക്കും അറിയാം. എന്നാൽ മുൻപെന്തായിരുന്നു കേരളത്തിലെ സ്ഥിതി?
ഞാൻ അത്തരം ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാലം ഇവിടെ വിശദീകരിക്കണമെന്നൊന്നും കരുതുന്നില്ല. പക്ഷെ എല്ലാവരും മറന്നുപോയി എന്ന് കരുതരുത്. വർഗീയ സംഘർഷങ്ങളുടെ മുന്നിൽ ഓച്ഛാനിച്ചു നിന്ന ഭരണകർത്താക്കളുടെ തണലിൽ വർഗീയവാദികൾ ആടിത്തകർത്ത ഒരു കാലം ഉണ്ടായിരുന്നില്ലേ? ഒടുവിൽ എവിടെ എത്തിയിരുന്നു? കോൺഗ്രസും ലീഗും അധികാര കസേരകളിൽ ഇരിക്കുമ്പോ എത്ര മനുഷ്യർ ഈയാമ്പാറ്റകളെ പോലെ വർഗീയ കലാപങ്ങളിൽ ഈ മണ്ണിൽ പൊലിഞ്ഞു വീണു. 10 വയസ്സുള്ള ഒരു പിഞ്ചു ബാലിക പാലക്കാട്ട് സിറാജുന്നീസ പോലീസിന്റെ വെടിയുണ്ടയേറ്റ് പിടഞ്ഞു വീണ് മരിച്ച ആ കാലം മറന്നുപോയോ നിങ്ങൾ? ആ കാലം തിരികെ വരണോ? ഒരറ്റത്ത് നിന്ന് പറയാൻ ആരംഭിച്ചാൽ വടകരയും ബേപ്പൂരും ഉൾപ്പെടെ ഇരു വർഗീയതയെയും ഇരു കൈകൊണ്ട് കെട്ടിപ്പുണർന്ന കോൺഗ്രസിന്റെ മാറുന്ന അവസരവാദ വലതുപക്ഷ വർഗീയ രാഷ്ട്രീയത്തിന്റെ മുഴുവൻ കഥകളും വലിച്ചു പുറത്തിടേണ്ടതായി വരും. അത്തരം അവിശുദ്ധ സഖ്യങ്ങൾക്ക് ഈ മണ്ണിൽ കൊടുക്കേണ്ടി വന്ന വിലയാണ് സിറാജുന്നീസ എന്ന 10 വയസ്സുകാരി മുതൽ ഇങ്ങോട്ട് പൊലിഞ്ഞു വീണ എത്ര നിർഭാഗ്യവാന്മാരും നിർഭാഗ്യവതികളുമായ മനുഷ്യരുടെ ജീവിതങ്ങൾ. അത്തരം വർഗീയതയുടെ ലാഞ്ചന ഇപ്പൊ കാണാൻ പറ്റും. ഏതെങ്കിലും വർഗീയവാദി കലാപം സൃഷ്ടിക്കാനായി തെരുവിലിറങ്ങാൻ ധൈര്യപ്പെടൂ. ഈ 10 കൊല്ലം സംഘർഷങ്ങളില്ലാത്ത സമാധാനത്തിന്റെ കാലമായി നിലനിർത്താൻ കഴിഞ്ഞത് RSS ആവട്ടെ, SDPI ആവട്ടെ, ജമാഅത്തെ ഇസ്ലാമി ആവട്ടെ, ലീഗ് ആവട്ടെ, ഇവരുടെ ആരുടെയും സ്വാധീനങ്ങൾക്ക് വഴങ്ങാത്ത ഒരു ഭരണ സംവിധാനം ഉണ്ടായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. 10 കൊല്ലമായി അധികാരത്തിൽ നിന്നും അകന്നു നിന്നതിൻ്റെതായ എല്ലാ വിഭ്രാന്തിയും നിങ്ങൾക്കുണ്ടാവും എന്ന് ജനങ്ങൾക്കറിയാം. അധികാരം ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ നടത്തുന്ന പരിശ്രമങ്ങളോട് ഞങ്ങൾക്കൊരു വിയോജിപ്പുമില്ല. പക്ഷെ അതിന് ഈ നാടിനെ വർഗീയമായി ചേരിതിരിക്കരുത്. അങ്ങനെ ചേരിതിരിച്ചാൽ ഈ രാജ്യത്തുണ്ടാകാൻ പോകുന്ന അപകടങ്ങൾ ആര് വിചാരിച്ചാലും അവസാനിപ്പിക്കാനാവില്ല. നിങ്ങൾ ശാഖയ്ക്ക് കാവൽ നിന്നവരാണ്. നിങ്ങൾ ഗോൾവാൾക്കറിന്റെ ശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്യാൻ ഓടിച്ചെന്നവരാണ്. എനിക്ക് തോന്നിയാൽ ഞാൻ BJPയിലേക്ക് പോകുമെന്ന് പരസ്യമായി വിളിച്ചു പറഞ്ഞവരാണ്. കേരളത്തിന്റെ ചരിത്രത്തിലുടനീളം പട്ടാമ്പിയും പാലക്കാടും ബേപ്പൂരും വടകരയും എന്ന് വേണ്ട പലയിടങ്ങളിലും പരസ്യമായും മറ്റിടങ്ങളിൽ രഹസ്യമായും ഒരേ സമയം RSSുമായും ന്യൂനപക്ഷ വർഗീയതയുമായും കൈകോർത്തു നിന്നവരാണ്. ആ നിങ്ങളിപ്പോ കേരളത്തെ വർഗീയമായി വിഭജിക്കാൻ ഇടതുപക്ഷത്തിൽ വർഗീയത ആരോപിക്കുന്നു. അതിനെന്താ പറയുന്ന ന്യായം? വെള്ളാപ്പള്ളി നടേശൻ കാറി കയറി മുഖ്യമന്ത്രിയുടെ കാർ. എന്താ വസ്തുത? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. പ്രതിപക്ഷ നേതാവിന്റെ ആരോപണമാണ്. ആരോപണം കേട്ടാ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത് ചോദിക്കാൻ തോന്നും. മുതിർന്നവരാരും ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഭൂഷണമായി കരുതില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശബരിമലയിലെ വികസനം ചർച്ച ചെയ്യാൻ ഒരു സംഗമം, ഒരു പ്രത്യേക കൺവെൻഷൻ നടത്തുന്നു. അതിൽ വിവിധ സമുദായ സംഘടനകളുടെ നേതാക്കന്മാരെ ക്ഷണിക്കുന്നു. അതിലെല്ലാ സമുദായ സംഘടനയുണ്ട്. ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ സമുദായ സംഘടനയും അവരെല്ലാം ഗസ്റ്റ് ഹൗസിൽ വരുന്നു. മുഖ്യമന്ത്രി അവിടെ ഗസ്റ്റ് ഹൗസിലുണ്ട്. ഗസ്റ്റ് ഹൗസിൽ നിന്ന് മുഖ്യമന്ത്രി വേദിയിലേക്ക് ഇറങ്ങുന്നു. ഒരു 100-300-400 മീറ്റർ അപ്പുറത്താണ്. ആരോഗ്യമുള്ള ഒരാൾക്ക് നടന്നു പോകാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇത്ര നടക്കണം. ഒരു 100-300 മീറ്റർ അല്ലെങ്കിൽ ഒരു 400 മീറ്റർ നടന്നു പോകണം. മുഖ്യമന്ത്രി കാറിലേക്ക് കയറുന്നു. ഇവിടെ മാധ്യമങ്ങൾ പറയാത്തൊരു കാര്യമുണ്ട്. ഗസ്റ്റ് ഹൗസിൽ നിന്ന് വേദി വരെയുള്ള ഈ ദൂരം സുരക്ഷാ കാരണങ്ങളാൽ മുഖ്യമന്ത്രിയുടെ കാറിന് മാത്രമേ അനുമതിയുള്ളൂ പോകാൻ. മറ്റ് കാറുകൾക്ക് അനുമതിയില്ല. അത് സുരക്ഷാ സംവിധാനങ്ങളുടെ ഭാഗമായിട്ടാണ്. മുഖ്യമന്ത്രി സെഡ് കാറ്റഗറിയിൽപ്പെട്ടയാളാണ്. ആ കാറ്റഗറിയും പ്രോട്ടോകോളും തീരുമാനിക്കുന്നത് നമ്മളല്ല, CPM അല്ല, കേരളത്തിലെ ഗവൺമെന്റ് അല്ല. അതിന് വ്യവസ്ഥയുണ്ട്.
അപ്പൊ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി അവിടുത്തെ ഗസ്റ്റ് ഹൗസിൽ നിന്നും വേദിയിലേക്ക് ആ ദൂരം മറ്റു വാഹനങ്ങൾക്ക് പോകാൻ അനുമതിയില്ല. അപ്പൊ മുഖ്യമന്ത്രി കാറിൽ കയറാൻ നേരത്ത് ശ്രീ വെള്ളാപ്പള്ളി നടേശനും ആ കാറിലേക്ക് വന്നു കയറി. ഇത് പറയുന്ന കേട്ടാത്തൊന്നും അദ്ദേഹം കാറില്ലാത്ത ആളാണ്, അദ്ദേഹം സൈക്കിളിൽ പോകുന്ന ആളാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ കാറ് കണ്ടപ്പോ പൂതി തോന്നിയിട്ട് ഓടി വന്നു കയറിയതാണ്. അങ്ങനെയാണോ? അങ്ങനെയൊന്നുമല്ല. പക്ഷെ അദ്ദേഹത്തിന്റെ കാറിന് പെർമിഷൻ ഇല്ല, പോകാൻ പറ്റില്ല. 89 വയസ്സായി. അദ്ദേഹത്തെ ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കുകയോ ചെയ്യാം, എതിർക്കുകയോ അനുകൂലിക്കുകയോ ചെയ്യാം, അത് മറ്റൊരു കാര്യം, അതിലേക്കും ഞാൻ വരാം. പക്ഷേ 89 വയസ്സായ ഒരാൾ സുരക്ഷാ കാരണങ്ങളാൽ വാഹനം കൊണ്ടുപോകാനാവാത്ത ഒരു സോണിൽ ഈ കണ്ട ദൂരം നടന്നു വരണം, എന്റെ കാറിൽ കയറാൻ പാടില്ല എന്ന് മനുഷ്യത്വമുള്ള ആരെങ്കിലും പറയും? അത് വെള്ളാപ്പള്ളിയല്ല, ആരായാലും. ആ പ്രായത്തിലുള്ള ഒരാൾ, ആ ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെട്ട ഒരു അതിഥി വരുന്ന സമയത്ത് മുഖ്യമന്ത്രി പിണറായി അല്ല ആരായാലും ആ കാറിൽ കയറുമ്പോ തടയൂ? മനുഷ്യത്തുള്ളവരാരും തടയില്ല. ഇനി പ്രതിപക്ഷ നേതാവാണെങ്കിൽ തടയോ? ഇല്ല എന്നാണ് എന്റെ വിശ്വാസം. ഇപ്പൊ 4 വോട്ടിന് വേണ്ടി പലതും പറയും. അത് മനുഷ്യത്വപരമായ ഒരു സമീപനമാണ്. ആരുമാവും ഒരാളെ കണ്ടു, ഷെയ്ക്ക് ഹാൻഡ് കൊടുത്താൽ, ചിരിച്ചാൽ, ഒരു വേദിയിൽ അടുത്ത കസേരയിൽ ഇരുന്നാൽ, ഒരു കാറിൽ യാത്ര ചെയ്താൽ, ഒരു വേദിയിൽ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചാൽ രാഷ്ട്രീയം ഒലിച്ചു പോവോ? നിലപാടുകൾ മാറിപ്പോവും. ശാഖയ്ക്ക് കാവൽ നിന്നവരുടെ നിലപാട് ചിലപ്പോ മാറും. ഗോൾവാൾക്കറുടെ മുന്നിൽ ഓച്ഛാനിച്ചു നിന്നവരുടെ നിലപാട് മാറും. എന്നാൽ പ്രാണൻ കൊടുത്ത വർഗീയതയ്ക്കെതിരെ പോരാടിയവരുടെ നിലപാടിലൊന്നും ഒരു മാറ്റവും വരില്ല. പിന്നെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ കാര്യങ്ങൾ, വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന കാര്യങ്ങൾക്ക് വെള്ളാപ്പള്ളി നടേശനാണ് ഉത്തരവാദിത്വം. CPIM-ന്റെ അനുഭാവി ഗ്രൂപ്പിലുള്ള ആളല്ല അദ്ദേഹം. ചിലരുടെ പറച്ചിൽ കേട്ടാൽ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമാണെന്ന് തോന്നും. അല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ നിലപാട്, ഓരോരുത്തർക്കും അവരവരുടെ നിലപാട്. ഈ കേരളം മുഴുവൻ വെള്ളാപ്പള്ളി ജാഥ നടത്തി CPIM-നെ ആക്രമിച്ചിട്ടുണ്ട്. അന്ന് വെള്ളാപ്പള്ളിയുടെ ഒരു കൈയുടെ കീഴിൽ ലീഗും മറു കൈയുടെ കീഴിൽ കോൺഗ്രസും ഉണ്ടായിരുന്നു. ഓരോ പട്ടണത്തിലും അക്കമിട്ട മറുപടിയും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഏറ്റുമുട്ടേണ്ട ഘട്ടത്തിൽ കൃത്യമായി ഏറ്റുമുട്ടിപ്പോയിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ തർക്കം എന്താണ്? അന്ന് ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ കോൺഗ്രസും ലീഗും ചിലയിടങ്ങളിൽ BJP-യും എല്ലാം ഒത്തുപിടിച്ചപ്പോ ആ കൂട്ടുകെട്ടിൽ ഒരു ഭാഗത്ത് വെള്ളാപ്പള്ളി ഉണ്ടായിരുന്നു. നിങ്ങളുടെ കൂട്ടുകാരനായിരുന്നു, തോഴനായിരുന്നു, നിങ്ങളുടെ സഖ്യകക്ഷിയായിരുന്നു. ആ സമയത്ത് നിങ്ങൾക്കിടയിൽ പല ധാരണകളും ഉണ്ടായിരുന്നു. നിങ്ങളതൊന്നും പാലിച്ചില്ല. അപ്പൊ ഇപ്പൊ അദ്ദേഹം അതൊക്കെ ചിലത് വിളിച്ചു പറയാൻ തുടങ്ങി. ചോദ്യം നിങ്ങളുടെ നേരെയാണ്, ലീഗിനെതിരെയാണ് വിമർശനം. വേണമെങ്കിൽ മറുപടി പറഞ്ഞോളണം. നിങ്ങൾക്കെതിരായി വിമർശനം നടക്കുമ്പോ മറുപടി പറയാനുള്ള കൊട്ടേഷൻ ഞങ്ങൾ ഏറ്റെടുത്തിട്ടില്ല. ഞങ്ങൾക്ക് വേറെ പണിയുണ്ട്. വെള്ളാപ്പള്ളി ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാൻ ആർജവുമില്ലെങ്കിൽ വേറെ പണിക്ക് പോ. ഞങ്ങളെ ചീത്ത പറയാനാണോ വരുന്നത്? ഞങ്ങൾക്കതിന് സൗകര്യമില്ല. ഞങ്ങൾ മറുപടി പറയേണ്ട കാര്യം വന്നാൽ അണാപ്പായി തീർത്ത് പലിശയും കൂട്ടുപലിശയും ചേർത്ത് ഞങ്ങൾ മറുപടി പറയും. പറഞ്ഞിട്ടുണ്ട്. ഏത് കോലത്തെ വല്യമ്പ്രാന്റെ മുന്നിലും പറഞ്ഞിട്ടുണ്ട്. പിന്നെയാണോ ഇവിടെ? ഇപ്പം നിങ്ങൾക്കെതിരെയാണ് ചോദ്യം. നിങ്ങളെയാണ് വിമർശിക്കുന്നത്, നിങ്ങളെയാണ് ആക്രമിക്കുന്നത്. അതിന്റെ കാരണം നിങ്ങൾ ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച സമയത്ത് നിങ്ങൾക്കിടയിൽ ഉണ്ടായ ധാരണകളാണ്. അപ്പൊ നേരെ ഇങ്ങോട്ട് തിരിച്ചു വെക്കാൻ വരും. അത് കയ്യിൽ വെച്ചാൽ മതി. ഞങ്ങൾ മറുപടി പറയേണ്ടിടത്ത് മറ്റാരെയും ആശ്രയിക്കാൻ ഞങ്ങൾ പോകാറില്ല. ഞങ്ങൾ മറുപടി പറയാറുണ്ട്. ഞങ്ങൾ മറുപടി പറയേണ്ടിടത്തേ ഞങ്ങൾ മറുപടി പറയും. ഇത്തരം സാമുദായിക സംഘടനകളുമായി നിങ്ങളുടെ നിലപാടെന്താ? വ്യാജമായ പ്രതീതി സൃഷ്ടിക്കാൻ ഒരു മടിയുമില്ലാതെ ഇപ്പൊ പ്രതിപക്ഷ നേതാവ് പറയുന്നല്ലോ, 4 വോട്ടിന് വേണ്ടി സമുദായ നേതാക്കന്മാരുടെ തിണ്ണ നിറങ്ങാൻ പോകില്ല. പറഞ്ഞിട്ട് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ തിണ്ണ നിറങ്ങാനാണ് പോയത് അല്ലേ?
അല്ലേ NSSന്റെ ജനറൽ സെക്രട്ടറി? എന്തൊരു നാണം കെട്ടവന്മാർ! നിങ്ങൾ ആലോചിച്ചു, NSSന്റെ ജനറൽ സെക്രട്ടറി എന്താ പറഞ്ഞത്? അദ്ദേഹം വളരെ സൗമ്യനായി ശാന്തനായി പറയുന്നു, ഈ പറഞ്ഞയാള് തെരഞ്ഞെടുപ്പിൽ പിന്തുണ അഭ്യർത്ഥിച്ച് 1.5 മണിക്കൂർ ആ തിണ്ണയിലിരുന്നു. നിരങ്ങിയോ ഇല്ല എന്നുള്ളത് നമുക്കറിയില്ല. അറിയാത്ത കാര്യം ആരോപിക്കാൻ ഞാനില്ല. അത്തരം പ്രയോഗങ്ങൾ പ്രതിപക്ഷ നേതാവിന്റെ തന്നെ പ്രയോഗമാണ്. പക്ഷേ നിരങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് സ്ഥിരീകരിച്ച വിവരമില്ലാത്തത് കൊണ്ട് ഞാൻ ആക്ഷേപിക്കുന്നില്ല. പക്ഷേ 1.5 മണിക്കൂർ ആ തിണ്ണയിലിരുന്നു എന്ന് NSSന്റെ ജനറൽ സെക്രട്ടറി പറയുന്നു. എന്തൊരു കാപട്യം! പ്രതിപക്ഷ നേതാവിന്റെ കാപട്യം! സ്റ്റേജിൽ നിന്ന് മേനി നടിക്കാൻ, വ്യാജ പ്രതീതി ഉണ്ടാക്കാൻ, വോട്ടർമാരുടെ കണ്ണിൽ പൊടിയിടാൻ, താനൊരു വലിയ മാന്യനാണ് എന്ന് തെളിയിക്കാൻ സമുദായ നേതാക്കന്മാരുടെ തിണ്ണമിറങ്ങാൻ പോവില്ല. ആ സ്റ്റേജിൽ നിന്ന് നേരെ ഇറങ്ങി കാറിൽ കയറി തിണ്ണയിൽ പോയി ഇരിക്കുന്നു. നിരങ്ങിയൊന്നും ഉറപ്പില്ല. ഇതാണ് പ്രതിപക്ഷ നേതാവ്. ക്രിസ്ത്യൻ മത മേലധ്യക്ഷന്മാരെ കാണാൻ സിനഡിൽ ഔദ്യോഗിക വാഹനം മാറ്റി എസ്കോർട്ടില്ലാതെ, ബോർഡില്ലാതെ സ്വകാര്യ വാഹനത്തിൽ ഒളിച്ചു പോകുന്നു. പത്രക്കാർ ചോദിച്ചപ്പോ പറയുന്നു, എന്റെ വണ്ടിയുടെ ടയറിന്റെ കാറ്റ് പോയി. കാറ്റ് പോവുക എന്ന് പറഞ്ഞാൽ നല്ലൊരു പ്രയോഗമാണ്. കഥ കഴിയാന്നാണ് അർത്ഥം. വണ്ടിയുടെയാണോ, അവർ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെതാണോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ ക്യാബിനറ്റ് റാങ്കാണ്. ഒരു ടയർ കേടായാൽ അതിങ്ങനെ തള്ളി 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 കൊണ്ടുപോയി ഒരു വീട്ടിൽ കൊണ്ടുപോയി നിർത്തേണ്ട ഗതികേടില്ല. അതിനെല്ലാമുള്ള സംവിധാനങ്ങളുണ്ട്. ഈ നാട്ടിൽ ഈ റോഡിലൂടെ പോകുന്ന ഏത് വണ്ടി നിങ്ങൾ നോക്കുക, സ്റ്റെപ്പിന് ടയർ ഇല്ലാത്ത ഏതെങ്കിലും ഒരു വണ്ടി മൂപ്പർക്ക് അതുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ആ ടയറും കേടായി പോയി. അതുകൊണ്ട് വേറെ വാഹനം എടുക്കേണ്ടി വന്നു. പോലീസ് പാർട്ടിയോ എസ്കോർട്ടോ, വ്യവസ്ഥാപിതമായി നിയമാനുസൃതമായുള്ള പോലീസ് എസ്കോർട്ടോ, ഇനി നാളെ അത് ചോദിച്ചാൽ ആ വണ്ടിയും കേടായി എന്ന് പറയും. ഇതൊക്കെയാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണങ്ങൾ. ഞാൻ കൂടുതൽ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. ഒന്നേ പറയാനുള്ളൂ, തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ജനക്ഷേമമോ പ്രാദേശിക വികസനമോ ചർച്ച ചെയ്യാൻ ബോധപൂർവം അനുവദിക്കാതെ ഒരു വിഭാഗം മാധ്യമങ്ങളുടെ പിന്തുണയോടെ വിശ്വാസികളെ വൈകാരികമായി ചൂഷണം ചെയ്യാൻ, തെറ്റിദ്ധരിപ്പിക്കാൻ, അങ്ങനെ നൈമിഷികമായൊരു വിജയം നേടാൻ UDFന് സാധിച്ചു. ആ വിജയത്തിന്റെ അഹങ്കാരത്തിൽ കേരളം അങ്ങ് പിടിച്ചു കളയാം എന്ന് കരുതി വർഗീയമായി ചേരിതിരിക്കാൻ, ഇരു വർഗീയതകളെയും ഒപ്പം നിർത്താൻ, അങ്ങനെ വർഗീയതയുടെ ഒരു പുതിയ പരീക്ഷണം നടത്താനാണ് പ്രതിപക്ഷം ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വെള്ളം ചേർക്കാത്ത മതനിരപേക്ഷ നിലപാടുമായി എല്ലാ വിഭാഗം ജനങ്ങളെയും അണിനിരത്തി ഈ കേരളം തകർന്നു പോകാതിരിക്കാൻ, നശിച്ചു പോകാതിരിക്കാൻ, വർഗീയ സംഘർഷങ്ങളുടെ ശ്മശാനമായി മാറാതിരിക്കാൻ, ഈ കേരളത്തെ മതനിരപേക്ഷ മനുഷ്യജീവിതം സാധ്യമാകുന്ന ഇന്ത്യൻ സംസ്ഥാനമായി നിലനിർത്താൻ എല്ലാ ജനാധിപത്യ മതനിരപേക്ഷ വിശ്വാസികളെയും അണിനിരത്തിക്കൊണ്ട് LDF മുൻപോട്ട് പോകും. അതിന് CPIM നേതൃത്വം കൊടുക്കും. കേരളത്തിന്റെ ഇന്നലകൾ മലയാളിയെ നമ്മൾ ഓർമ്മപ്പെടുത്തും. UDFന്റെ ഇരുളടഞ്ഞ കാലം തിരികെ വരണമെന്ന് ഈ നാട് ആഗ്രഹിക്കുന്നുവോ എന്ന് കേരളത്തിലെ ജനങ്ങളോട് ആവർത്തിച്ച് ചോദിക്കും. ശരിയായ രാഷ്ട്രീയ നിലപാടുമായി നാം മുൻപോട്ട് പോകും. അത്തരം നിലപാടുമായി മുൻപോട്ട് പോയതുകൊണ്ടാണ് ചരിത്രത്തിൽ ആദ്യമായി ഇടതുപക്ഷം കേരളത്തിൽ തുടർ ഭരണത്തിലേക്ക് വന്നത്. അതിന്റെ നേട്ടം ഈ നാട്ടിലുണ്ടായി. ആ നാടിന്റെ നേട്ടം മലയാളികളുടെ ജീവിതത്തിലും ഉണ്ടായി. അത് കൂടുതൽ ശക്തിപ്പെടുത്തുന്ന നിലയിൽ കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കും എന്ന ഉറച്ച ബോധ്യമാണ് CPIM പ്രവർത്തകർക്കുള്ളത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അലി സഖാവിന്റെ ഓർമ്മകൾ ഈ കാലഘട്ടത്തിലെ എല്ലാ പ്രതിലോമ രാഷ്ട്രീയത്തെയും പ്രതിരോധിക്കാനുള്ള ഊർജം നമുക്ക് പകർന്നു നൽകും എന്ന കാര്യത്തിൽ സംശയമില്ല. സഖാവ് ഉയർത്തിപ്പിടിച്ച കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ, ഈ ചെമ്പതാക ഈ മണ്ണിൽ കൂടുതൽ കരുത്തോടെ, കൂടുതൽ ഉയരത്തിൽ ശാശ്വതമായി സ്ഥാപിക്കാൻ, യാഥാർത്ഥ്യമാക്കാൻ നാം നമ്മുടെ ജീവിതം സമർപ്പിക്കുമെന്ന് അലി സഖാവിന്റെ ഓർമ്മകളെ സാക്ഷിയാക്കി പ്രതിജ്ഞ ചെയ്യാനുള്ള അവസരമായി കൂടി ഈ
സന്ദർഭം നാം മാറ്റണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ